എങ്ങടാ ആര്? കുഞ്ഞുമോൻ റീഗൽ ഷൂട്ടിലുണ്ട്. സാർ ഞാൻ ഇങ്ങ ലോക്കൽ എസ് ഐ സാർ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഈസ് മിസ്റ്റർ കുഞ്ഞുമോൻ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഇയാളാണ് ഇവിടുത്തെ ബാർ നടത്തുന്നത്. ഇയാൾക്ക് വേണ്ട എന്ത് സഹായവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സാർ എന്നാ ഞാൻ താഴത്തോട്ട് ചെല്ലട്ടെ സാറേ. അറിവുള്ള ചേട്ടാ, എന്തും ഒരു സ്നേഹമില്ലാത്തത് ഈ സാർ ഇങ്ങനെ. പിന്നെ എന്റെ ബാറിനൊരു സെക്യൂരിറ്റി വേണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു. നല്ലോണമൊക്കെ നിന്ന ഞാൻ ഈ DGP സാറിനോട് പറഞ്ഞ് ഇപ്പൊ സബ്ബായിട്ടുള്ളത് സർക്കിളാക്കി മാറ്റിത്തരാം. DGP ആണ് അകത്തിരിക്കണത്. നല്ലോണമൊക്കെ നിക്കണേ. അയാൾക്ക് നമ്മളോട് എന്തിനാ ഇത്ര ശത്രുത? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാർ? 1450 രൂപ 50 ദിവസം മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ, കുറെ നേരം താൻ എന്നെ തൊഴുകണോ? ഞാൻ എന്തോ ഹനുമാൻ സമയം. ഹലോ, ഞാൻ കറുത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനുമ്പ് താൻ വെളുത്തിട്ടായിരുന്നു. ഈ വണ്ടി പോവില്ല, ഞാൻ കൊണ്ടുപോകാൻ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി, അമ്പലത്തിൽ വിട്ടാലും മതി. അണ്ണൻ അമേരിക്ക കൊണ്ടുവിട്. പിന്നെ എന്താണ് വീൽ വെച്ചിറക്കാൻ പാമ്പ് കടിക്കാൻ? ആരെങ്കിലും പുറത്തേക്ക് ഓടിയെ പിടിച്ചോളാം. തമാശ. ഇപ്പൊ ഞാൻ പറയും. ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജർ വിളിച്ചു പറയും. കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ച് വേണോടാ ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാൻ. ഇനി മേലാൽ തിന്നൂല സാർ. വേണമെങ്കിൽ സാറിന് ഒരു പീസ്. ഇടിക്കരുത്. ആലയല്ലേ വേണ്ടത്, ഞാൻ തരാം. എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ. അയ്യോ, അവള് വന്നു. സിസ്റ്റർ മേശയുടെ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. അപ്പുകുട്ടാ, അയ്യോ തോമസ് കുട്ടി അല്ലേ? തോമസ് കുട്ടിയെ പോലെ വേറൊരാള്. പല്ലുവന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേദന വന്നിട്ടാ. എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റ ഇടിച്ച് ഫ്രണ്ട് പല്ലില്. ജെസിക്ക് അധികം യാത്ര ചെയ്യാൻ പാടില്ല. വിസിൽ വിഴുങ്ങിയ 5 വിസിൽ വിഴുങ്ങിയ ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളെന്ന്. അണ്ണാച്ചി വളിവിട്. വിധിയാണിത്. യെസ് ഡാർലിംഗ്. കഴിഞ്ഞ തവണത്തെ അബറിന് ഇപ്പൊ എന്നാ ചെയ്യുവാ? ബസ് സ്റ്റാൻഡിൽ പിച്ചെടുക്ക. 2 കാല് പോയ പിന്നെ എന്നാ ചെയ്യാനാ? എന്റെ മനസ്സാണിത്. അമ്മേനെ വിളിച്ച് ഞാൻ ഇതിനകത്ത് കേറാറുണ്ട്. എന്തുന്നാണ് ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ. അതെ, നീയും ലേയും കള്ളിഷാപ്പിലും സംസാരിക്കുന്നത് നിങ്ങളറിയാതെ ഞാൻ മൊബൈലിൽ എടുത്തിരുന്നു. വൃത്തികെട്ട നായി. Stop acting like a male chauvinist pig. എന്താ പറഞ്ഞേ? മേലാസകലം ചുവന്ന പിഗ്ഗുന്ന ഇട്ട് നിക്കണില്ല. ഇവിടെ വെച്ചൊരാണി അടിച്ച ടൈ കെട്ടാൻ പോലും അറിയില്ല, എന്നാലും പെണ്ണ് കെട്ടണം. ഫ്ലൈറ്റിൽ വെച്ച് നീ അവളെ തല്ലിയല്ലേ? I am 35 years old. Are you? അങ്ങനെ വിളിച്ചുകൊണ്ട് ഊണുകാലമായാൽ മീൽസ് റെഡി എന്നും പറഞ്ഞ എല്ലാവർക്കും ഒരു വാട്സപ്പ് അയച്ചാൽ മതി. അത് നല്ല ഐഡിയ. അച്ഛന് ബുദ്ധിയില്ലെന്ന് ഉല്ലാസ് പറയുന്നത് വെറുതെ. ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് എങ്ങോട്ടാ? നിന്റെ അമ്മായിയമ്മയെ കുളിപ്പിക്കാൻ. I love her. For her, put her in the rehab. എന്നിട്ട് ചന്തയ്ക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്തവളെ രക്ഷിക്കും ഡോക്ടറെ. തലയിൽ ഇടുത്തി വിടില്ലേന്ന് പ്രാർത്ഥിച്ചതാ. പതുക്കെ ആട്ട ജോസേ. കോരാൻ മൺവട്ടി എടുക്കട്ടെ. അന്നതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന്. ഇതൊന്നും മരമായ. ഇതിൽ ഇയാൾക്ക് കൈയുണ്ട്. കൈ മാത്രമല്ല, 2 കാലും തലയും കൂടെ. ഇവനാരാ? അറിയില്ലേ, ഇത് നമ്മുടെ മത്തായിയുടെ പുതിയ ആപ്പിള കോയ. കള്ള ഹിമാലയ. ഞങ്ങൾ എല്ലാരും അദ്ദേഹത്തെ ഗുരുവായൂർ ഉപ്പുപ്പ സത്യമാണ്. അത് എല്ലാം അടിച്ചേ. മുണ്ടുകൊടുക്കൽ പന്തി കാവറി വലത്തോട്ട്.